ആടുജീവിതമായിരുന്നോ കണ്ടേ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതാണ്. പടം കൊള്ളാം, അടിപൊളിയാണ്. പണ്ടത്തെ കഥയാണ്, കൊള്ളാം. കഥ അറിയായിരുന്നു. കഥ അറിയായിരുന്നു. അല്ലാതെ എന്തിനാണ് പുറത്ത് എവിടെയും പോകാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ ജീവിതത്തിൽ കിട്ടുന്ന പൈസ വെച്ച് ഇവിടെ ജീവിക്കുക, അത് മാത്രം നല്ല മനസ്സിലായി. ആക്ച്വലി 7 വർഷം കഴിഞ്ഞാണ് ഞാനൊരു മൂവി കാണുന്നത്. കാരണം ഒരാളുടെ ഒരു സഫറിങ്സ് എന്ന് പറയുമ്പോൾ ഇത്രയ്ക്കും നമ്മളെ ഹൈപ്പാകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. സത്യത്തിൽ ഞാൻ ഈ പടം കാണാൻ വന്നത് 4 റീസണാണ്. ഒന്ന്, ഞാൻ ഓൾ ടൈം എ ആർ റഹ്മാൻ ഫാനാണ്. എ ആർ റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അമേസിങ്. ഓരോ ബൈ പോയിന്റിലാണ് അയാൾ ഓരോ സ്കോർ ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജിൻ്റെ അഭിനയം ഒരു എഫേർട്ട് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മോഹൻലാലൊക്കെയാണ് ഇത്ര എഫേർട്ട് എടുത്ത് കണ്ടിട്ടുള്ളത്, കാലാപ്പാനിയിലൊക്കെയാണ് ഇത്ര എഫേർട്ട് എടുത്ത് കണ്ടിട്ടുള്ളത്. പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമായിട്ടുണ്ട്. റസൽ പൂക്കിയുടെ സൗണ്ട് മിക്സിങ്, DOP, ഫോട്ടോഗ്രാഫി, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് 16 വർഷത്തെ ഒരാളുടെ എഫേർട്ട് ബ്ലസ്സി. മലയാള സിനിമ ലോകോത്തര നിലവാരത്തേക്കും ഗുരുവിന് ശേഷം ഓസ്കാർ ലെവലിൽ പോകാനും ഒരു ഓസ്കാർ നേടിയെടുക്കാനും ചാൻസ് ഉള്ള ഒരു സിനിമ. പല വിമർശകരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ആടുജീവിതത്തിൻ്റെ റിവ്യൂ കണ്ടപ്പോൾ കുറേ പേര് പറയുന്നു കൊള്ളില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ പറയുന്നവരെല്ലാം ജസ്റ്റ് ഒന്നൊരു എഫേർട്ട് എടുക്കാൻ പറയും. ഇങ്ങനെ ഒരു പടം എടുക്കാനുള്ള എഫേർട്ട് എടുക്കാൻ പറയൂ, അപ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. ഹാറ്റ്സ് ഓഫ് ബ്ലസ്സി, ഹാറ്റ്സ് ഓഫ് പറയുന്നവർക്കെല്ലാം ഈസി ആയിട്ട് പറയാം. ഹാറ്റ്സ് ഓഫ് ടു ബ്ലസ്സി, ഹാറ്റ്സ് ഓഫ് ടു പൃഥ്വിരാജ് ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു എ ആർ റഹ്മാൻ. അല്ല, പൃഥ്വിരാജ് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം 3 പടം ഡയറക്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ബ്രോഡാഡിയിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ബ്രോഡാഡിക്കകത്ത് പൃഥ്വിരാജിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണുമ്പം എനിക്ക് ഈ പടം കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ പടത്തിനുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ബ്രോഡാഡിയിൽ ആ സ്കെൽറ്റായിട്ടിരിക്കുന്ന ആ ഒരു ഫോർമേഷൻ ഇതിൽ വന്നതാണെന്നുള്ളത് ഇൻ്റർവെല്ലിന് ശേഷമുള്ള മേക്ക് ഓവർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതെ. ആക്ച്വലി ഞാൻ OTP പ്ലാറ്റ്ഫോമിലാണ് പടം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, മോഹൻലാലിന് ശേഷം ഇത്രയും ഒരു മേക്ക് ഓവർ ചെയ്യാൻ ഒരു നടന് പറ്റുമെന്ന് കാണിച്ചു തന്നത് പൃഥ്വിരാജ് തന്നെയാണ്. സോ ഹാറ്റ്സ് ഓഫ് ടു പൃഥ്വിരാജ്. മെലിഞ്ഞിട്ടതല്ല, ലാസ്റ്റ് വന്നിട്ട് രക്ഷപ്പെടാമെന്നുള്ള ഒരു സീക്വൻസ് വന്നപ്പം ഒരു നടൻ പോലും മലയാളത്തിൽ ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഫുൾ ന്യൂഡ് ബോഡിയിൽ അപ്പം പൃഥ്വിരാജിൻ്റെ ആ ട്രാൻസ്ഫോർമേഷൻ കണ്ടപ്പം എത്ര മനക്കട്ടിയുള്ളൊരു വ്യക്തിയാണെങ്കിലും മനക്കട്ടിയുള്ളൊരു വ്യക്തിയാണെങ്കിലും അറിയാതെ കണ്ണീര് വന്നു പോകും. അതുകൊണ്ടാണ് പറയുന്നത് പൃഥ്വിരാജിന് നാഷണൽ അവാർഡ് കൊടുക്കണം, സ്റ്റേറ്റ് അവാർഡ് കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ആ കലാകാരനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും. പലരും പറഞ്ഞ പുഷ്പ പോലത്തുള്ള സിനിമക്കാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. എങ്ങനെയാണ് ഇവരുടെ ഒരു പുഷ്പ എന്ന് പറയുന്നതും അല്ലു അർജുൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയായിരുന്നു, ഇല്ല എന്നല്ല പറയുന്നത്. അല്ലു അർജുൻ നന്നായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് സത്യത്തിൽ. പക്ഷേ അതിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ക്യാരക്ടർ വേണ്ടിയിട്ട് നജീബ് തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ അനുഭവിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് പൃഥ്വിരാജ് കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ആടുജീവിതത്തിൻ്റെ ഫുൾ ഫോർമാറ്റ് അല്ല, അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. PS1 PS2 നോക്കിക്കഴിഞ്ഞാൽ കൽക്കി എഴുതിയ അതേ നോവലിൻ്റെ രീതിയിലല്ല എഴുതിയത്. പക്ഷേ ഇത് നോക്കുമ്പം ആൾമോസ്റ്റ് ആടുജീവിതം ബേസിക്കലി കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് സത്യത്തിൽ. ഞാനതല്ലേ പറഞ്ഞത്, ആഫ്റ്റർ 7 ഇയേഴ്സിന് ശേഷം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് 7 വർഷത്തിന് ശേഷം എൻ്റെ ലാസ്റ്റ് ഞാൻ കണ്ട ഫിലിം ബാഹുബലി കൺക്ലൂഷനായിരുന്നു. പക്ഷെ ഞാൻ ഇതിൽ വന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ടർ ഓഫ് മ്യൂസിക്, അതായത് മ്യൂസിക് എ ആർ റഹ്മാൻ എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്. കാരണം എത്രയോ വർഷത്തിന് ശേഷം മലയാളത്തിൽ വരുന്നു. മലയും കുഞ്ഞ് കണ്ടു OTP പ്ലാറ്റ്ഫോമിലാണ്. പക്ഷേ എ ആർ റഹ്മാൻ്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് സ്കോപ്പ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ കാണണം സത്യത്തിൽ. ഇത് സ്ലം ഡോഗിൽ കണ്ട് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്ങനെ അനുഭവിച്ചോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ ചെയ്യുന്നു. ഒരു ഹോളിവുഡ് പടത്തിൽ മാത്രമാണ് വയലിൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഫ്ലൂട്ടും വയലിൻ ബിറ്റ്സൊക്കെ യൂസ് ചെയ്യുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇവിടെ കിട്ടി സത്യത്തിൽ. അതും ഏറിസ് പ്ലസ് പോലുള്ള തിയേറ്ററിലാകുമ്പോൾ നമുക്കറിയാൻ പറ്റും അതെന്താണെന്നുള്ളത്. സോ മലയാള സിനിമ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കാനായിട്ട് ബ്ലസ്സിയുടെയും പൃഥ്വിരാജിൻ്റെയും എ ആർ റഹ്മാൻ്റെയും ആടുജീവിതം എത്തിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ആടുജീവിതമായിരുന്നു കണ്ടേ? നല്ലതായിരുന്നു. നല്ല ഫിലിമാണ്. പ്രത്യേകിച്ചും ജോർദാനിലെ മരുഭൂമി എൻ്റെ ഒരു ഇതൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ കഥ വായിച്ചിട്ടുള്ള അതായിരുന്നു. മൂവിയായിട്ട് കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ല. ഒരു ഫിലിമിൻ്റെ വേർഷൻ വേറെ ആണെങ്കിൽ പോലും നമുക്ക് വ്യത്യസ്തമായിട്ടും വളരെ ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്യും.
നല്ല മേക്കിങ്, നല്ല അഭിനയം. ഡയറക്ടറിന്റെ 16 വർഷത്തെ ഒരു കാത്തിരിപ്പാണ്. അതിൻ്റെ കാരണം ഇത് അങ്ങനെ ഒരു ടെറൈനിൽ ഇങ്ങനെയുള്ള പടം എടുക്കുന്നതിന് അങ്ങനെ ഈസി ആയിട്ട് പോയി എടുത്ത് വരാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ആ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ എടുത്തേ പറ്റുള്ളൂ. അത് നന്നായിട്ടുണ്ട്, വളരെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇബ്രാഹിം ഖാദിരിയും ആയാലും ഹക്കീമായാലും പൃഥ്വിരാജായാലും, പിന്നെ പൃഥ്വിരാജും ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരാൾ ഇത്രയും എഫർട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. പൊതുവെ എല്ലാം കൊണ്ടും വർത്താണ് ഫിലിം. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ആ ഒരു ജോണറിലുള്ള പടമാണ് കിട്ടേണ്ടതാണ്. പിന്നെ എഫർട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പടം അടിപൊളി പടമാണ്. കൊള്ളാം, പടം കൊള്ളാം. അവസാനം കുടിക്കാൻ വെള്ളം കൊടുത്തില്ല, അത് കണ്ട് നമ്മൾ കറച്ച കയറുന്നു. ബുക്ക് വായിച്ചിട്ടില്ല, പക്ഷെ അറിയായിരുന്നു. കുഴപ്പമില്ല. പറയുന്നത് ശരിയാണോന്ന് അറിയത്തില്ല. എനിക്ക് പൃഥ്വിരാജിനെക്കാട്ടിലും ബാക്കി രണ്ടുപേരുടെ പെർഫോമൻസ് ഉണ്ട് അതെ ഇഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നു പ്രതീക്ഷിക്കാം. ആ ഉണ്ട്. എനിക്ക് നേരെ തിരിച്ചിട്ടുള്ള അഭിപ്രായമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നോവൽ വായിച്ച ആളാണ്. അല്ല, രണ്ടും രണ്ട് രീതിയിലാണ്. അത് പണ്ട് ബെന്യാമിൻ എഴുതിയ സമയത്ത് ആ നോവൽ വായിക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയില്ല. ആ സമയത്ത് നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി ഒരുപാട് സമയമെടുത്തു അത് വായിച്ചിട്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ട് രണ്ടാമത്തെ ആഴ്ച അങ്ങോട്ടല്ലേ, ആ സമയത്ത് അതെ അത്രയും ദിവസം ഇത്രയും ഇൻ്റർവ്യൂസും ആദ്യം ഞാനിത് കാണൂലെന്ന് തീരുമാനിച്ച ആളാണ്. കാരണം നോവൽ വായിച്ചിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരുപാട് പണിപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും ദിവസത്തെ ഇൻ്റർവ്യൂസും ഇതുമൊക്കെ കണ്ട് ഒരു പ്രതീക്ഷയിലാണ് വന്നത്. അപ്പം ആദ്യമായിട്ട് കാണുന്നതൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഞെട്ടൽ നമുക്കില്ല ഇത്രയും കാലത്തെ ഇത് കണ്ടിട്ട്. പക്ഷെ നന്നായിട്ട് അല്ല, ബ്ലസ്സി എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇത്രയും റിവ്യൂസും ഇൻ്റർവ്യൂസും എല്ലാം കണ്ടു. അത് കണ്ട് പാകപ്പെടുത്തിയിട്ടാണ് വന്ന് കണ്ടത്. അതുകൊണ്ടൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതുപോലെ കുറേ ടെക്നിക്കലൊന്നും അതൊന്നും പറയാനില്ല. എല്ലാം അതിൻ്റെ മാസ്റ്റേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം വളരെ നന്നായിട്ടുണ്ട്. അത് നമുക്ക് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ ആ ഒരു ഡെസേർട്ടിൻ്റെയൊക്കെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലിയതാണ്. പിന്നെ അവരുടെ മേക്കപ്പ്, ആർട്ട് എല്ലാം സൂപ്പറായിരുന്നു. രണ്ടുപേരും കട്ടക്ക് നിന്നു. ഹക്കീം നിന്നു. അതുപോലെ മറ്റേ അയാൾ സൂപ്പറായിരുന്നു. എല്ലാവരും, ഈവൻ ആ കാട്ടർബി പോലും സൂപ്പറായിരുന്നു. അതൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അവാർഡൊക്കെ കൊടുക്കാം, അവരുടെ എഫേർട്ടിനും എല്ലാവർക്കും അവാർഡ് കൊടുക്കാം. നന്നായിരുന്നു.